ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഡാനിയലച്ചൻ. വെളിപാട് പുസ്തകം അധ്യായം 12, 10 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 11 മുതൽ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ആ ഭാഗം നമുക്ക് കുറെ കൂടി വ്യക്തതയോടെ മനസ്സിലാവുന്നതിന് 10ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ്. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സാത്താൻ്റെ പരിപൂർണ പരാജയം സംഭവിക്കുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യത്തേത്, അധപതിച്ച മാലാഖമാരെ, ഫോളൻ ഏഞ്ചൽസിനെ ദൈവം സ്വർഗീയ മണ്ഡലങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നു. രണ്ടാമത്തേത്, യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്ത് ആധിപത്യങ്ങളും അധികാരങ്ങളും നിരായുധമായി കുരിശിൽ അവയുടെ മേൽ കർത്താവ് വിജയം ആഘോഷിച്ചുകൊണ്ടവയെ പരസ്യമായി അവഹേളനപാത്രങ്ങളാക്കി. പിശാചിന് നമ്മുടെ മേലുണ്ടായിരുന്ന എല്ലാ നിയമപരമായ അവകാശങ്ങളും യേശു കുരിശിൽ വെച്ച് ക്യാൻസൽ ചെയ്തു. ഇനി മൂന്നാമത്തേത്, യേശുവിൻ്റെ 2ാം വരവിൽ സാത്താൻ്റെ സമ്പൂർണമായ നാശം സംഭവിക്കും. കർത്താവിൻ്റെ ഉത്ഥാനത്തിനും കർത്താവിൻ്റെ മടങ്ങി വരവിനും ഇടയിൽ, ദ ടൈം ബിറ്റ്വീൻ റിസറക്ഷൻ ആൻഡ് റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഈ സമയം ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയമാണ്. ഈ സമയത്ത് പിശാചുമായി ഒരു നേരിട്ടുള്ള പോരാട്ടത്തിന് ദൈവജനം തയ്യാറാകത്തക്ക വിധമാണ് ദൈവിക പദ്ധതി. പിശാച് നിർബാധം ഈ ഭൂമിയിലൂടെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ച് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റിത്തിരിയാൻ അനുവദിച്ചിട്ടുള്ളത്. യുഗാന്ത്യകാലത്ത് ദൈവമക്കൾ സാത്താനുമായുള്ള ഈ നിരന്തരമായ പോരാട്ടത്തിന് തങ്ങളെ തന്നെ സജ്ജരാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത, ക്രിസ്തുവിനെ സ്നേഹിച്ചവർ, ക്രിസ്തുവിനെ വിശ്വസിച്ചവർ, ക്രിസ്തുവിനെ ഏറ്റെടുത്തവർ എങ്ങനെയാണ് പിശാചുമായുള്ള ഈ പോരാട്ടത്തിൽ വിജയം നേടിയത് എന്നാണ് 11ാമത്തെ വാക്യം പറയുന്നത്. അവരാകട്ടെ, അവരെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഹോദരർ എന്ന് 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞ വിശ്വാസികളെയാണ്. നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും, നമ്മുടെ സഹോദരർ അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. എങ്ങനെയാണ് ദൈവമക്കൾ പിശാചിനെ നേരിട്ടത്? ഒന്നാമത്തേത്, കുഞ്ഞാടിൻ്റെ രക്തം, ബ്ലഡ് ഓഫ് ദ ലാം. എന്താണ് കുഞ്ഞാടിൻ്റെ രക്തം സൂചിപ്പിക്കുന്നത്? യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടിൻ്റെ കുരിശിലെ ബലി, ആ ബലിയുടെ യോഗ്യതയാൽ സാത്താനെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസത്തിൻ്റെ പേരാണ് കുഞ്ഞാടിൻ്റെ രക്തം. ഫെയ്ത്ത് ഇൻ ദി കോൺക്വയറിംഗ് പവർ ഓഫ് ജീസസ് ഡെത്ത് ഓൺ ദ ക്രോസ്. യേശുവിൻ്റെ കുരിശുമരണത്തിന് പാപത്തിൻ്റെ മേലും ശാപത്തിൻ്റെ മേലും പൈശാചിക അധികാരങ്ങളുടെ മേലും നമുക്ക് വിജയം നേടിത്തരാൻ കഴിയും. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം യേശുവിൻ്റെ കുരിശിൽ നാം വീണ്ടെടുക്കുന്നു. യേശുവിൻ്റെ കുരിശ് സകലത്തിനും പരിഹാരമായി മാറുന്നു എന്ന ഫെയ്ത്തിനെ, വിശ്വാസത്തെ വിളിക്കുന്ന പേരാണ് കുഞ്ഞാടിൻ്റെ രക്തം എന്ന ആ ഒരു പ്രയോഗം. വിശ്വാസമാണ് നമ്മളെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ സഹായിക്കുന്നത്. എന്തിലെങ്കിലുമുള്ള വിശ്വാസമല്ല, മറിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. റോമാലേഖനം 3-ാം അധ്യായം മുതൽ 3, 4, 5, 6 അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ചർച്ച ചെയ്യുന്നതും വിശ്വാസികളായി നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഇതാണ്: യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന വിശ്വാസമല്ല,
ദൈവം നമ്മളെ ആപത്തിൽ സഹായിക്കും എന്ന വിശ്വാസമല്ല, മറിച്ച് യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ മനുഷ്യാവതാരത്തിലും പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നുള്ള മധ്യസ്ഥതയിലും നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, അതിൻ്റെ ഫലദായകമായ ശക്തി എന്താണ്? ഈ തിരിച്ചറിവിൻ്റെ പേരാണ്, അതിലുള്ള ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം, കുഞ്ഞാടിൻ്റെ രക്തത്തിലുള്ള വിശ്വാസം. രണ്ടാമതായി അവർ സാത്താൻ്റെ മേൽ വിജയം നേടിയത് തങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ വചനത്താൽ, ബൈ ദ വേർഡ് ഓഫ് ദെയർ ടെസ്റ്റിമണി. എന്താണത്? അത് ധൈര്യപൂർവം ദൈവവചനം പ്രസംഗിച്ചു, ഉച്ചരിച്ചു, വചനം പ്രഘോഷിച്ചു എന്നതാണ്. തങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ വചനം, യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകാനായി അവർ ദൈവവചനം ധൈര്യപൂർവം ഉച്ചരിച്ചു. ഈശോ മരുഭൂമിയിൽ എങ്ങനെയാണ് സാത്താനെ നേരിട്ടത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചിന് നേരെ യേശു ആക്രോശിക്കുന്നില്ല, ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഉന്നയിക്കുന്നില്ല, അലറി വിളിക്കുന്നില്ല. മറിച്ച് ക്രിസ്തു ചെയ്തത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെയും 8-ാം അധ്യായത്തിലെയും 3 തിരുവചനങ്ങൾ എടുത്ത് ഉച്ചരിക്കുക മാത്രമാണ്. അപ്പോൾ സാത്താൻ അവനെ വിട്ടുപോയി എന്ന് നാം വായിക്കുന്നു. പിശാചിന് എതിരെയുള്ള ആയുധമാണ് ഉച്ചരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, ദൈവം അരുളിച്ചെയ്ത വാക്കുകൾ. പിശാചിനെ നേരിടാൻ ദൈവജനം സജ്ജമായ രണ്ടാമത്തെ ആയുധം, അവരുപയോഗിച്ച ആയുധം ബോൾഡ് പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ധൈര്യപൂർവം ദൈവവചനം ഉച്ചരിച്ചതാണ്, പ്രഘോഷിച്ചതാണ്, പ്രഖ്യാപിച്ചതാണ്. ഈ 2 കാര്യങ്ങൾ കൂടാതെ മൂന്നാമതൊരു കാര്യം കൂടി 11-ാമത്തെ വാക്യം ചൂണ്ടിക്കാണിക്കുന്നു. ജീവൻ നൽകാനും അവർ തയ്യാറായി. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും സാത്താൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. അതാണ് മൂന്നാമത്തേത്. തങ്ങളുടെ ജീവനേക്കാളധികം അവർ യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട് ഭയമില്ലാതെ ശത്രുവിൻ്റെ മുമ്പിൽ ചില സന്ദർഭങ്ങളിൽ അവർ തങ്ങളുടെ ജീവൻ പോലും നേദിക്കാൻ തയ്യാറായി. രക്തസാക്ഷികളുടെ മുഴുവൻ ജീവിതം അതാണ്. കുഞ്ഞാടിൻ്റെ രക്തം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, സാക്ഷ്യത്തിൻ്റെ വചനം, ധൈര്യപൂർവം ദൈവവചനം പ്രഘോഷിച്ചത്. അതുകൂടാതെ ചില വ്യക്തിജീവിതങ്ങളിൽ സാത്താൻ അവൻ്റെ പരീക്ഷണം അവരുടെ ജീവൻ്റെ മേൽ കൈവച്ചുകൊണ്ടാണ് നടത്തിയത്. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചവർ തങ്ങളുടെ ജീവനേക്കാളധികം യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട് അവർ സാത്താനെ പരാജയപ്പെടുത്തിയത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ പോലും ക്രിസ്തുവിനെ പ്രതി ത്യജിക്കാൻ തയ്യാറാകത്തക്ക വിധം ഞങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് തങ്ങളുടെ ജീവരക്തം ഒഴുക്കിക്കൊടുത്ത് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. യേശുവിനോടുള്ള അവരുടെ സ്നേഹം ശത്രുവിൻ്റെ മുമ്പിൽ ഭയമില്ലാതെ നിൽക്കാനും ജീവൻ ത്യജിക്കാനും അവരെ പ്രേരിപ്പിച്ചു. ജീവൻ നൽകാനും അവർ തയ്യാറായി. 12-ാമത്തെ വാക്യം, അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്വർഗം ഈ കാര്യത്തിൽ സന്തോഷിക്കുമ്പോൾ, കുഞ്ഞാടിൻ്റെ രക്ഷയും ശക്തിയും മഹത്വവും ആഗതമായി എന്നതിൽ സ്വർഗം ആഹ്ലാദാരവം ഉയർത്തുമ്പോൾ, അതേസമയം സ്വർഗത്തിൽ നിന്ന് മറ്റൊരു സ്വരം കൂടി വരികയാണ്, ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ഇവിടെ ഭൂമിയും സമുദ്രവും പ്രതീകാത്മകമായി സൂചിപ്പിക്കപ്പെടുന്നത് അവിടേക്ക് പിശാച് വലിച്ചെറിയപ്പെട്ടു എന്നതുകൊണ്ടാണ്. അവർക്ക് ദുരിതം എന്ന് പറയുന്നത് പിശാച് അവൻ്റെ താവളമായി ഭൂമിയും സമുദ്രവും മാറ്റിക്കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിശാചിന് നന്നായി അറിയാം തനിക്കിനി അധികം സമയമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ ചുറ്റി നടക്കുകയാണ്. അവനറിയാം ഇനി അധികം സമയമില്ല. അതുകൊണ്ട് അവൻ ഭൂമിയിലേക്കും സമുദ്രത്തിലേക്കും ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് 12-ാമത്തെ വാക്യം. വെളിപാട് 12:13. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു.
സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. ഇവിടെ സ്ത്രീ ഇസ്രായേലും സഭയുമാണ്. ഇസ്രായേലിൻ്റെ പ്രതീകമാണ്, സഭയുടെ പ്രതീകമാണ്. അവൾക്ക് ദൈവം അവളുടെ സംരക്ഷണാർത്ഥം ഒരുക്കിയ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി വൻകഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. ഇത് നമ്മെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഴുകൻ്റെ ചിറകുകൾ. പുറപ്പാട് പുസ്തകം 19:1 മുതൽ ഞാൻ വായിക്കുകയാണ്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായി മരുഭൂമിയിലെത്തി. അവർ റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക. 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വെളിപാട് 12:14 നമ്മൾ വായിച്ചത്, സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. പുറപ്പാട് 19:4 പറയുകയാണ്, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും. വെളിപാടിൽ സർപ്പത്തിൽ നിന്നാണെങ്കിൽ പുറപ്പാടിൽ ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും അവരുടെ അടുത്ത് നിന്ന് കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇസ്രായേലിനെ ദൈവം ശത്രുകരങ്ങളിൽ നിന്ന് വിഴുങ്ങാൻ പുറപ്പെട്ടു വന്ന സർപ്പത്തിൻ്റെ വായിൽ നിന്ന് എങ്ങനെയെല്ലാം രക്ഷാകര ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സഹായിച്ചു എന്നതിൻ്റെ ഒരു ചിത്രമായി ഇതിനെ കാണാം. അതുപോലെ തന്നെ ഇത് യെശയ്യാ 40-ാം അധ്യായം 31 പറയുന്ന, യുവാക്കൾ ശക്തിയേറ്റ് വീഴുകയും ചെറുപ്പക്കാർ തളരുകയും ചെയ്താലും കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും എന്ന യെശയ്യാ 40:31 പ്രവചനവും ഓർമ്മിപ്പിക്കുന്നു. സഭയെയും ദൈവം അങ്ങനെയാണ് ഈ അന്ത്യകാലങ്ങളിൽ സംരക്ഷിക്കുന്നത്. വിഴുങ്ങാൻ തക്കം പാർത്തിരിക്കുന്ന സർപ്പത്തിൻ്റെ വായിൽ നിന്ന് ദൈവം ഈ ഇസ്രായേലിന് നൽകിയതുപോലെ ഒരു സംരക്ഷണം എല്ലാ കാലത്തും നൽകുന്നുണ്ട്. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. നമുക്ക് ഇപ്പോൾ ഈ ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും ഈ സമയങ്ങൾ, സമയത്തിൻ്റെ പകുതി ഒക്കെ നമുക്ക് നന്നായി മനസ്സിലാവും. 3.5 വർഷമാണത്. സമയം 1 വർഷം, സമയങ്ങൾ 2 വർഷം, 2+1 3, പിന്നീട് സമയത്തിൻ്റെ പകുതി 1/2 വർഷം, 3.5 വർഷം. നമ്മൾ നേരത്തെ പറഞ്ഞ 42 മാസം, അതുപോലെ തന്നെ 1260 ദിവസം, ഇങ്ങനെ പറഞ്ഞ അതേ പ്രതീകാത്മകമായ വർഷത്തിൻ്റെ കണക്കാണ് ഇവിടെയും. ഇവിടെ ഈ 3.5 വർഷം സൂചിപ്പിക്കുന്നത് സഭ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തെ കുറിക്കുന്ന സമയമാണത്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം യേശുവിൻ്റെ മടങ്ങിവരവ് വരെ ഈ ഭൂമിയിലുള്ള സഭയുടെ സാത്താനുമായുള്ള പോരാട്ടത്തിൻ്റെ കാലമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന 3.5 വർഷം. 15-ാമത്തെ വാക്യം, സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായ് തുറന്ന് സർപ്പം വായിൽ നിന്നൊഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. സഭയ്ക്ക് കഴുകൻ്റെ ചിറകുകളിൽ സംവഹിച്ച് ദൈവം കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിലും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് സാത്താൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പോകുന്നു. എന്താണിത്? സാത്താൻ നുണയനും നുണയൻ്റെ പിതാവുമാണെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ ഈ നദി നുണയുടെ നദിയാണ്, നുണയുടെ പ്രവാഹമാണ്. നമുക്കറിയാം, സഭയ്ക്കെതിരെ, അതുപോലെ തന്നെ വെളിപാട് 12 സൂചിപ്പിക്കപ്പെടുന്ന ആ സ്ത്രീ സൂചിപ്പിക്കുന്ന മറ്റൊരടയാളമായ പരിശുദ്ധ അമ്മയ്ക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവ ശുശ്രൂഷകർക്കെതിരെ മീഡിയയിലൂടെ, മൂവികളിലൂടെ, സാംസ്കാരികമായ ചില അടയാളങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ നരേറ്റീവുകളും
എല്ലാ വിമത സ്വരങ്ങളും സഭയെ മുക്കിക്കളയാൻ സാത്താൻ ഒഴുക്കിയ ആ നുണയുടെ നദിയുടെ പ്രതീകമാണ്. എല്ലാ കാലത്തും സഭയെ ഡാമേജ് ചെയ്യാൻ, പരിശുദ്ധ അമ്മയെ ദുഷിക്കാൻ സാത്താൻ കണ്ടെത്തുന്ന എല്ലാ വഴികളും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മളെല്ലായിടങ്ങളിലും സഭ വല്ലാതെ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന വിധത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന വേദനാജനകമായ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. 16-ാമത്തെ വാക്യം, എന്നാൽ ഭൂമി അവളെ സഹായിച്ചു, അത് വാ തുറന്ന് സർപ്പം വായിൽ നിന്നൊഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. പഴയ നിയമത്തിലെ പല ടെക്സ്റ്റുകളെയും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭൂമി വാവിളർന്ന് ഇസ്രായേൽക്കാരെ വിഴുങ്ങുന്ന സംഭവമുണ്ട്. അതുപോലെ ആഖാനും മക്കളും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. കോറഹ്, ദാത്താം, അവീറാം തുടങ്ങിയ വിമത സ്വരങ്ങൾ ഭൂമി വാവിളർന്നവരെ വിഴുങ്ങിക്കളയുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടെ വെളിപാടിൽ 12:16 സൂചിപ്പിക്കുന്നതുൾപ്പെടെ സൂപ്പർ നാച്ചുറലായ അതിസ്വാഭാവികമായ ഒരു മാർഗം, അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെ ദൈവം ഈ ഞെരുക്കകാലത്ത് സഭയെ സംരക്ഷിക്കും എന്നതിൻ്റെ അടയാളമാണ് ഭൂമി വാവിളർന്ന് ആ നദിയെ വിഴുങ്ങിക്കളയുന്നു എന്ന പരാമർശം. അത്ഭുതകരമായ വിസ്മയിപ്പിക്കുന്ന വഴികളിലൂടെയാണ് ദൈവം ഓരോ ഞെരുക്കത്തിൻ്റെ കാലത്തും തൻ്റെ സഭയെ പൊതിഞ്ഞു വെക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും. 17-ാമത്തെ വാക്യം, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. സ്ത്രീയുടെ സന്തതികൾ, സന്താനങ്ങൾ, സഭയുടെ മക്കളെയാണത് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ മക്കളായ നമ്മളെല്ലാവരെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. സർപ്പം യുദ്ധം ചെയ്യാൻ പുറപ്പെടുകയാണ്. ഓർക്കണം, എല്ലാവരോടുമല്ല. മാമോദീസ മുങ്ങിയ എല്ലാവരോടും സാത്താൻ യുദ്ധത്തിന് പുറപ്പെടുന്നു എന്ന് പറയുന്നില്ല. പള്ളിയിൽ പോകുന്ന എല്ലാവരോടും സാത്താൻ യുദ്ധത്തിന് പുറപ്പെടുന്നു എന്നും പറയുന്നില്ല. മറിച്ച് പറയുന്നത് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം നൽകുന്നവരുമായ അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാനാണ്. പൈശാചിക പോരാട്ടം നേരിടേണ്ടി വരുന്നതും അല്ലെങ്കിൽ പിശാചിനോട് യുദ്ധം ചെയ്യുന്നതും ആരാണ്? ദൈവകൽപ്പനകൾ കാക്കുന്ന വിശ്വസ്ത ജനമാണ്, യേശുവിന് സാക്ഷ്യം നൽകുന്നവരാണ്. പല ആളുകളും പിശാചിൻ്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്ത് നടത്തുന്ന സംഭാഷണങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പിശാചുണ്ടെന്ന് പോലും സമ്മതിക്കാൻ തയ്യാറാകാത്ത അനേകം ആളുകൾ ഇന്നും സഭയിലുണ്ട്. ബൗദ്ധികമായി ഉന്നത നിലവാരമുണ്ടെന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയിലും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് പിശാചിൻ്റെ അസ്തിത്വം മനസ്സിലാവില്ല. കാരണം പിശാചുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ ശ്രമിക്കുന്ന നിമിഷം മുതലാണ്. നിങ്ങൾ യേശുവിന് സാക്ഷ്യം നൽകാൻ, ഒരു വിജാതീയനോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറയാൻ നിങ്ങൾ ആരംഭിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് സാത്താൻ്റെ അസ്തിത്വം ബോധ്യമാവും. യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരും ദൈവകൽപ്പനകൾ കാക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, ആ സർപ്പം സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. നമ്മളിനി കാണാൻ പോകുന്നത് സ്ത്രീയെയും സന്താനങ്ങളെയും ഉപദ്രവിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു നിൽക്കുന്ന ഈ പുരാതന സർപ്പം സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ച് ഈ സ്ത്രീയെയും സന്താനങ്ങളെയും ഉപദ്രവിക്കാൻ ഇനി സമുദ്രത്തിൽ നിന്ന് 2 ദുഷ്ടജീവികളെ ഈ സർപ്പം വിളിച്ച് വരുത്തുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അങ്ങനെ വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ പരമാവധി ഈ എപ്പിസോഡുകൾ ഷെയർ ചെയ്യണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ യൂട്യൂബിലെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങളെല്ലാവരും, കേൾക്കുന്നവരെല്ലാം ലൈക്ക് ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് ഈ എപ്പിസോഡിനെ, ഈ പോഡ്കാസ്റ്റിനെ കുറെ കൂടി വ്യാപകമായി മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുകയും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരമാവധി ആളുകളിലേക്ക് ഈ ദൈവവചന പാഠങ്ങൾ എത്തിക്കാൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോമുകളെല്ലാം ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യണം എന്നും സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ ഞാൻ ഡാനിയലച്ചൻ
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.